ദൈവവചനത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് നമ്മുടെ ജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങളുടെയും കാരണം. വചനം മാംസം ധരിച്ച് യേശുവായി. അതിനാൽ വചനം കുടുംബത്തിൽ പ്രതിഷ്ഠിച്ചു വെക്കുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം അവിടെ അനുഭവപ്പെടുന്നു. കർത്താവ് നമ്മെ ഉറ്റുനോക്കുന്നതും നമ്മോട് സംസാരിക്കുന്നതും നാം പറയുന്നത് കേൾക്കുന്നതും വചനത്തിലൂടെയാണ്. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ജ്ഞാനം ലഭിക്കുന്നു. സ്വസ്ഥമായിരുന്ന് ബൈബിൾ വായിക്കുമ്പോൾ പ്രകാശത്തിൽ കുളിക്കുന്ന അനുഭവമുണ്ടാകും. വചനം സൗഖ്യദായകമാണ്. രോഗിയുടെ മുറിയിൽ വചനം വായിച്ചാൽ രോഗശാന്തി ലഭിക്കും. വചനം ഉറക്കെ വായിക്കുമ്പോൾ പ്രത്യേക അഭിഷേകം ലഭിക്കുന്നു. കുടുംബത്തിൽ ദൈവവചന വായനയുടെ ശബ്ദമുയരുമ്പോൾ കുടുംബാന്തരീക്ഷം വിശുദ്ധീകരിക്കപ്പെടുകയും തിന്മയുടെ ശക്തി ബഹിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നു. ചെറുപ്പം മുതൽ കുഞ്ഞുങ്ങൾക്ക് ബൈബിൾ പരിചയപ്പെടുത്തി കൊടുത്താൽ വലുതാകുമ്പോഴും ഏത് പ്രതിസന്ധിയിലും അതിജീവിക്കാൻ അവർക്ക് ശക്തി കിട്ടും. ശിശുക്കൾ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ അമ്മ വചനം വായിക്കുകയാണെങ്കിൽ അത് കുഞ്ഞിനെ സ്വാധീനിക്കും. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ദിവസവും വായിക്കുക. കൃത്യമായ തീഷ്ണതയോടെ വചനത്തിലൂടെ ദൈവത്തിനോട് സംസാരിച്ച സന്ദേശം പ്രാർത്ഥനയിൽ കണ്ടുപിടിക്കുക. മനസ്സിൽ പതിഞ്ഞ വചനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക. വചനം ആവർത്തിക്കുമ്പോൾ നമ്മൾ വിശുദ്ധീകരണം നടക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കുകയും ചെയ്യുന്നു.